الرحمن فيضا من البركات أنجو من النيران. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ പറയാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ലൈഫിനെ കുറിച്ചാണ്. എല്ലാ മനുഷ്യരും ഒരിക്കൽ കുട്ടികളായിരിക്കും, എന്നിട്ടാണ് എല്ലാവരും വളർന്നു വരുന്നത്. അപ്പോൾ ആരാണ് കുട്ടികൾ? മനുഷ്യൻ സ്വന്തം ജീനിൽ നിന്നും തൻ്റെ പരമ്പര നിലനിർത്താൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമാണ് മക്കൾ. മക്കളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മക്കൾ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. അതേസമയം സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്നു വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. മക്കൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണവുമാണ്. ഈ ലോകത്ത് രണ്ട് തരത്തിൽ ജനിച്ചതിന് ശേഷം ജീവിക്കുന്ന ജീവികളുണ്ട്. ഒന്ന് പ്രിക്കോഷൻ എന്നും മറ്റത് ഓൾട്രേഷൻ എന്നും. പ്രിക്കോഷൻ എന്ന് പറയുമ്പോൾ ജനിച്ച ഉടനെ സ്വയം പര്യാപ്തമാകുന്ന ജീവികളാണ് നമ്മൾ പ്രിക്കോഷൻ എന്ന് വിളിക്കുക. എന്നാൽ മനുഷ്യനെ പോലെ ജനിച്ച് മാസങ്ങളോളം മാതാപിതാക്കളുടെ സഹായം വേണ്ടിവരുന്ന ജീവികളുണ്ട്. അങ്ങനത്തെ ജീവികളെ നമ്മൾ ഓൾട്രേഷൻ എന്ന് വിളിക്കും. മനുഷ്യൻ ഒരു ഓൾട്രേഷൻ സസ്തനിയാണ്. ദീർഘകാല ഭാര്യമുള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമായതെല്ലാം പരിസ്ഥിതികളിൽ നിന്ന് പഠിക്കുന്നു. പരിസ്ഥിതികളോട് ഇണങ്ങി നിൽക്കാനുള്ള ഉയർന്ന തരത്തിലുള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇതിനെ സഹായിക്കുന്നു. ഇനി ഒരു പ്രഗ്നൻസി ടൈമിൽ 6 മാസം മുതൽ കുഞ്ഞിന് ഹൃദയമിടിപ്പിൻ്റെ ശബ്ദവും മാതാവിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദവും അടുത്ത് നിന്ന് സംസാരിക്കുന്നവരുടെ ശബ്ദവും കേൾക്കാൻ സാധിക്കും. കുഞ്ഞ് ജനിച്ചതിന് ശേഷം കേട്ടുപരിചയമുള്ള ശബ്ദങ്ങളോട് പ്രത്യേക അടുപ്പം കാണിക്കുകയും ചെയ്യും. അതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് സ്വന്തമായിട്ട് ചില കഴിവുകളുണ്ടാവും. അതിലൊന്നാണ് റൂട്ടിംഗ് റിഫ്ലക്സ്. നമ്മളൊരു കൈക്കുഞ്ഞിൻ്റെ കവിളിൽ തൊടുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ വായ തുറന്നു വെക്കുന്നതിനാണ് റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് വലിച്ചു കുടിക്കാൻ ശ്രമിക്കുന്നതിനാണ് സക്കിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് സ്റ്റെപ്പിംഗ് റിഫ്ലക്സ്. ചെറിയ കുട്ടികളൊക്കെ കാലുകൊണ്ട് നടക്കുന്നത് പോലെ തുഴഞ്ഞു കാണിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റെപ്പിംഗ് റിഫ്ലക്സ് എന്ന് വിളിക്കുക. ഇനി ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് മസാജിങ്. കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് മസാജിങ്. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ കുട്ടി മാതാപിതാക്കളുടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കാരണമാവുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്ക് നമ്മൾ നല്ല ഹെൽത്തി ഫുഡ്സ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. പ്രഗ്നൻസി ടൈമിൽ ഒരുമ്മ കഴിക്കുന്ന ഫുഡെല്ലാം കുഞ്ഞും രുചിക്കുന്നുണ്ട്. ആ ബോധ്യത്തോടു കൂടെ നല്ല ന്യൂട്രീഷൻ ഫുഡ്സ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളെ ഖുർആനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പ്രഗ്നൻസി ടൈമിൽ നന്നായിട്ട് തന്നെ ഖുർആൻ കുട്ടികൾക്ക് കേൾപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ കുട്ടികൾക്ക് ഖുർആൻ കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഖുർആനിലേക്ക് അടുക്കാൻ കാരണമാവും. അതുപോലെ കുട്ടിയോട് എപ്പോഴും സലാം പറയാം, സംസാരിക്കാം. നമ്മളിങ്ങനെ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ശബ്ദവുമായി കുട്ടികൾക്ക് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടാവാനും കാരണമാവും. ഒരു കുഞ്ഞ് ജനിക്കുന്നത് 100 ബില്യൺ ന്യൂറോണുകളുമായിട്ടാണ്. ഈ ന്യൂറോണുകളാണ് തലച്ചോറിലേക്കുള്ള സന്ദേശങ്ങൾ അയക്കുന്നത്. കാഴ്ച, കേൾവി, സ്പർശനം എന്നിവയുടെ കുഞ്ഞുങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് തലച്ചോറിലെ ന്യൂറോണുകൾ ബന്ധിക്കപ്പെടുന്നതും അതേപോലെ സന്ദേശങ്ങൾ കൈമാറ്റപ്പെടുകയും ചെയ്യുന്നത്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനേക്കാൾ 2 ഇരട്ടി ന്യൂറോണുകൾ ആദ്യ 3 വർഷങ്ങളിൽ കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആദ്യ 3 വർഷങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യത്തേതാണ് സ്പർശനം, ഫിസിക്കൽ ടച്ച്. ഇതിൽ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, കുട്ടികളൊക്കെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ ആദ്യത്തെ 3 വർഷങ്ങളിൽ പല പേരൻസും ചെയ്തു വരുന്നതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പം മാതാപിതാക്കൾ ഇത് നിർത്തുന്നൊരവസ്ഥയുണ്ടാവും. ഇത് നിർത്തിക്കഴിഞ്ഞാൽ അവരും നിങ്ങളും തമ്മിലുള്ള ഒരു ദൂരം കൂടും. അങ്ങനെ നമ്മൾ ഉണ്ടാവാതെ നോക്കണം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടിൽ നിന്നാണ് മനുഷ്യർ പഠിക്കുന്നത് അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്താൻ ശ്രമിക്കണം. മൂന്നാമതെന്ന് പറയുന്നത് സ്ക്രീൻ ടൈം എന്ന് പറയുമ്പം കുട്ടികൾക്ക് തീരെ ഉണ്ടാവാൻ പാടില്ല. അതായത് 3 വയസ്സ് വരെ കുട്ടികൾക്ക് മൊബൈൽ, ലാപ്ടോപ്പ്, TV വരെ ഒന്നും കൊടുക്കരുതെന്നാണ് പറയുക. കാരണം വെർച്വൽ ഓട്ടിസം എന്നുള്ള അസുഖങ്ങൾക്ക് കാരണമാകാം. നാലാമത്തേന്ന് പറയുന്നത് അവരുമായിട്ടുള്ള സംസാരം, കമ്മ്യൂണിക്കേഷൻ. കുട്ടികളായിട്ട് നമ്മൾ നല്ലോണം സംസാരിക്കണം, എന്നാലേ അവർ സംസാരം പഠിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒച്ചട്ട് സംസാരിക്കാൻ പാടില്ല. ഒച്ചട്ട് സംസാരിച്ചാൽ നാളെ അവർ വലുതാകുമ്പം അവരും ഒച്ചട്ട് സംസാരിക്കും. അത് കാരണം അവർ വിചാരിക്കും നമ്മൾ ഒച്ചട്ട് സംസാരിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് നമ്മൾ ഒച്ചട്ട് സംസാരിക്കാൻ പാടില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരത്തുനിന്ന് സംസാരിക്കരുത്. ദൂരത്തുനിന്ന് സംസാരിക്കുമ്പോൾ അവർ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കേൾക്കാനുള്ളൊരു സാധ്യത കുറയും.
ഇനി അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനുസരണക്കേട് എന്ന് പറയുന്നത് കുട്ടികളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരോട് ചിരിച്ചിട്ട് അവരുടെ മേത്ത് കൈ വെച്ച്, അതായത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള ഒരു ദേഷ്യം കൂടുകയുള്ളൂ. ഇതിന് ഞാൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നൊരു ഉപമ പറഞ്ഞു തരാം. അനസ് റളിയല്ലാഹു അൻഹു ചെറുതായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വല്ലാഹി ഞാൻ പോകില്ല എന്നായിരുന്നു അനസ് റളിയല്ലാഹുവിൻ്റെ മറുപടി. കുറച്ച് കഴിഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു നിർദ്ദേശമാണത്, ഞാൻ കേൾക്കണമല്ലോ എന്നുള്ള രീതിയിൽ അവർ പോവാനുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് ഒരു മാർക്കറ്റിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദേഹത്ത് പോയി കൈ വെച്ചു. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു, ഉനൈസെ നീ ആ സ്ഥലത്തേക്ക് പോയോ? ഉനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓമന പേരായിട്ട് വിളിക്കുന്നൊരു പേരായിരുന്നു. അപ്പോൾ ഉനൈസെ അവിടെ പോയോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇല്ല നബിയെ ഞാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളോട് ദേഷ്യം പിടിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് ഉണ്ടാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം കുട്ടികൾ നമ്മൾ മയത്തിൽ പറഞ്ഞാലും ഓലത് കേൾക്കും. ഇനി അത് കേട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ദേഷ്യപ്പെടുത്തലായിരിക്കാം, ആ ദേഷ്യമുള്ള സമയത്ത് പറയുന്നതിന് പകരം അവർ സമാധാനത്തിൽ അവരെവിടെയെങ്കിലും കളിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് അവരുടെ അടുത്ത് പറയും നീ ഇങ്ങനെ ചെയ്തത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു അത് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ജസാക്കല്ലാഹു ഖൈർ.